നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഞാൻ വാങ്ങിയപ്പോ ആ മെമ്പർഷിപ്പിന് ഇത്രയും വലിയ ശക്തി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് വേറൊരു കടലാസല്ല, ഒരു മെമ്പർഷിപ്പ് മാത്രമല്ല, അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു പാസ്പോർട്ടായിട്ടാണ് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഹിദായത്ത് കുറെ മുമ്പ് തന്നെ കിട്ടേണ്ടതായിരുന്നില്ലേ എന്നാണ് എന്റെ സംശയം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നിങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ 9.5 കൊല്ലം ജനങ്ങളെ സേവിച്ച ഒരാളാണ് ഞാൻ. അതിനു മുമ്പ് 5 വർഷം പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും മങ്കട മണ്ഡലത്തിൽ എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെയും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇവിടുന്ന് വിജയിച്ചതിന് ശേഷം മങ്കട മണ്ഡലത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം എന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയത്. എല്ലാ സ്ഥലത്തേക്കും എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ഏകദേശം 60 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികളോട് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ടാർ ചെയ്തു, 5 പാലങ്ങൾ ഉണ്ടാക്കി, 2 ആശുപത്രികള് PSC CSCകളാക്കി ഉയർത്തി. ഇരുമ്പിളിയം പഞ്ചായത്തിൽ നമ്മുടെ PSCക്ക് അടക്കം 70 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു. അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും കഴിവിന്റെ പരമാവധി വെച്ച് പ്രത്യേകിച്ചും പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്തെങ്കിലും ഒരു സഹായം നൽകുക, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കഴിഞ്ഞ 9.5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ചത്. ഒരു MLA ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, ധാരാളം അധികാരങ്ങളുണ്ട്, കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഈ MLA സ്ഥാനം ഉപേക്ഷിച്ച് പോരാനുള്ള കാരണം ആ പാർട്ടിയുമായി അല്ലെങ്കിൽ ആ മുന്നണിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആ പാർട്ടിയുടെ പോക്ക്, ആ മുന്നണിയുടെ പോക്ക് എന്ന് ആത്മാർത്ഥമായി എല്ലാ മേഖലകളിലും അവർ ഓരോരോ ദിവസം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പാർട്ടിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഞാൻ ആ പാർട്ടിയുമായിട്ട് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു സഹയാത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിയില് അഴിമതിയില്ല, ആ പാർട്ടിയിൽ വർഗീയതയില്ല, അല്ലെങ്കിൽ ആ പാർട്ടി അനീതിക്കെതിരെ പോരാടുന്ന പാർട്ടിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ. പക്ഷേ അതൊന്നുമല്ല, അത് പുറത്തേക്കുള്ള സംസാരം മാത്രമാണ്, അതൊന്നുമല്ല പാർട്ടിയിൽ നടക്കുന്നതെന്നുള്ള പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓരോരോ ആൾക്കാരെയും കുറ്റം പറയുന്നതിന്റെ കാരണം 10-15 വർഷക്കാലം അവരുടെ കൂടെ നിന്നുകൊണ്ട് 15 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മണ്ടൊക്കെ മടക്കി കുത്തി 4 തെറി പറയാന്നുള്ളത് ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാത്തത്. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാരുടെ ജീവിത രീതിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളെപ്പോലെ, എന്നെ പോലുള്ള ധാരാളം ആൾക്കാർ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ, പഴയ കാലത്തെ നേതാക്കന്മാരുടെ ജീവിത വിശുദ്ധി, അവരുടെ ജീവിത ലാളിത്യം, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അവര് സാധാരണക്കാരായ ആൾക്കാരുടെ കൂടെ ജീവിച്ചിരുന്നത്. ഇന്നത്തെ നേതാക്കന്മാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവരാരെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളെ കാണാറുണ്ടോ? പാവപ്പെട്ട ജനങ്ങളോട് സംസാരിക്കാറുണ്ടോ? ഇവരേതെങ്കിലും ഒരു സ്റ്റേജിലേക്ക് വരുമ്പോ കുറേയധികം റെഡ് വോളണ്ടിയേഴ്സ് ഒരു വലിയ ഇതുണ്ടാക്കും, അവർ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, അവിടുന്ന് വല്ലതും സംസാരിച്ച് പുറത്തേക്ക് പോകാന്നല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരോടുമായി സംവദിക്കാനുള്ള ഏതെങ്കിലും ഒരു സമയമുണ്ടോ? പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവരൊന്നും സാധാരണക്കാരായ ആൾ, പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല സ്ഥിതി. EMS ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരൊക്കെ ഒരു സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുക. പക്ഷെ ഇന്നത്തെ നേതാക്കന്മാരോ, സാന്റിയാഗോ മാർട്ടിൻ, അതുപോലെ തന്നെ മറ്റുള്ള അതേപോലുള്ള വലിയ വലിയ ആൾക്കാരുടെ കൂടെ, ഈ സാന്റിയാഗോ മാർട്ടിനും ഇതേപോലുള്ള വലിയ വലിയ മാഫിയയുടെ നേതാക്കന്മാരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് വരെ. അതല്ല നമ്മൾ കാണുന്നത് ഓരോ സ്ഥലത്തും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുപോലെ കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഓരോന്നോരോന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഉണ്ടായ സ്ഥിതിയല്ല. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും
ഇന്ന് LDF നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾക്കാർ UDF പോയിക്കൊണ്ടിരിക്കുക. മുസ്ലിം ലീഗിലേക്ക് വരുന്നുണ്ട്, കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ പല ഘടകകക്ഷികളിലേക്കും വരുന്നുണ്ട്. ഇപ്പൊ മംഗളമണ്ഡലത്തിന്റെ കാര്യം എടുത്തു നോക്കുക. ഇവിടെ 5 പഞ്ചായത്തുകളായിരുന്നു ഇടതുപക്ഷം ഭരിച്ചിരുന്നത്. ഈ 5 പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന്റെ ഭരണം മാറ്റി ഇപ്പോ UDF ഭരിക്കുന്നു. അത് മാത്രമല്ല, പഞ്ചായത്തുകളില് LDFന്റെ 1-2 സീറ്റുകളാണ് മിക്ക പഞ്ചായത്തുകളും അവർക്കുള്ളത്. 5000 വോട്ടായിരുന്നു എന്റെ ഭൂരിപക്ഷം. ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 42,000 വോട്ടാണ് UDFന്റെ ഭൂരിപക്ഷം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര അധികം ആൾക്കാരാണ് മംഗളമണ്ഡലത്തിൽ നിന്ന് മാറിയത്. അതിവിടെ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ബാലാളത്തിന്റെ ഭാഗത്ത് ഒരു അബ്ദുറഹിമാൻ പുൽപ്പറ്റ എന്ന് പറഞ്ഞ വലിയൊരു പ്രാസംഗികൻ ഉണ്ടായിരുന്നു CPM-ൽ. എന്റെ സ്നേഹിതനായിരുന്നു. എന്നെ 2 പ്രാവശ്യം വിജയിപ്പിക്കാൻ ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 10-20 ദിവസങ്ങൾക്ക് മുമ്പ് CPM-നോടുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് എടുത്തു. 4000-ത്തോളധികം വരുന്ന സ്റ്റേജുകളിൽ പ്രസംഗിച്ച ആളാണ്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലുള്ള ഒരു ഷെരീഫ് കോട്ടപ്പുറം എന്ന പഴയ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. DYFIയുടെ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ പാർട്ടി അല്ലാതെ വേറൊരു കാര്യം ഷെരീഫിന് അറിയില്ല. ദേശാഭിമാനി മാത്രമുള്ള വായിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഒരാളുടെ ഒരു പ്രസംഗം പോലും കേൾക്കില്ല. കാരണം എന്തെങ്കിലും ഇനി കേട്ടിട്ട് വഴിവഴിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോ ഭാര്യയ്ക്ക് മയറ് കൊടുത്തത് അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള ഒരു ലോക്കറ്റാണ്. ഇതേ രീതിയിലുള്ള ആൾക്കാരാണ് ആ പാർട്ടിയുമായിട്ട് ഇപ്പൊ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അവർ പറയുന്നത് ഈ പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ നേതാക്കന്മാർ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? 100 ചില്ലാനം സീറ്റ് കൊണ്ടാണ് ഈ ഇടതുപക്ഷം വളരെ അധികാരത്തിൽ വന്നത്. ഞാനൊക്കെ അന്ന് അതിന്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ടുണ്ടായ ഒരാളാണ്. ഞാൻ വിചാരിച്ചത് അവിടെ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. കാരണം ലോകം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷേ ഈ 4.5 വർഷമല്ല, 4 വർഷം 10 മാസവും കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സംഗതി ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു? പല കാര്യങ്ങളും അവരെ പറ്റി പ്രസംഗിച്ചിരുന്നില്ലേ? UDF അധികാരത്തിലുള്ള സമയത്താണ് സ്മാർട്ട് സിറ്റി അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഈ പദ്ധതികള് ഇത്രയും കാലം നീട്ടിവെച്ച് ഇപ്പോഴെന്താ സ്മാർട്ട് സിറ്റിയുടെ തർക്കങ്ങൾ തീർന്നു, ഞങ്ങൾ മുന്നോട്ട് പോവാന്നാ പറഞ്ഞു. ഇനി എന്താ 1 മാസം 1.5 മാസമാണുള്ളത്. 1 മാസം കൂടി കഴിഞ്ഞ് 1 മാസത്തിനിടയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ആ ഇലക്ഷൻ ഡിക്ലറേഷൻ വരുന്നതോടുകൂടി അത് അവിടെ കിടക്കും. പിന്നെ അടുത്ത ഗവൺമെന്റ് വന്നിട്ട് പിന്നെ ആ കാലഘട്ടങ്ങളിൽ നടത്തുക. 5 വർഷമല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ 5 വർഷം കൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? വികസന പ്രവർത്തനങ്ങളും വളരെ പിന്നോക്കം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് പാർട്ടിയുടെ. ഒരു സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ഇടതുപക്ഷം അവിടെ അധികാരത്തിൽ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. അത് കഴിഞ്ഞ പ്രാവശ്യം ജനകീയാസൂത്രണം കൊണ്ടുവന്നു, അതിനു മുമ്പ് സാക്ഷരത കൊണ്ടുവന്നു, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യം എന്താണ്, എന്തെങ്കിലും നമുക്ക് ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, ഒന്നും കഴിഞ്ഞില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഓരോരുത്തരായിട്ട് ഈ പാർട്ടിയിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 59 പഞ്ചായത്തുകളിൽ കേരളത്തില് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മെമ്പർമാരില്ലാത്ത പഞ്ചായത്തുകളുണ്ട്. പഴയ കാലത്ത് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത്? ഞങ്ങൾ എവിടെ തോറ്റാലും ശരി, എന്താ പഞ്ചായത്തുകൾ ഞങ്ങൾ ജയിക്കും, അവിടെ ഭൂരിപക്ഷം ഞങ്ങൾക്കായിരിക്കും കൂടുതലെന്നാണ്. ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളോട് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 75-80% പഞ്ചായത്തുകളിലും ഭരിച്ചിരുന്ന ഇടതുപക്ഷം ഇന്നിപ്പോ അത് 30-32% ചുരുങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ധാരാളം ആൾക്കാര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇടതുപക്ഷം ഇല്ലാത്ത കുറെ കെട്ടുകഥകളുമായിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുന്നതിന്റെ മുമ്പ് സംസാരിച്ച സലീം കുരുമ്പൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. കുറേയധികം കാര്യങ്ങൾ 10-15 വർഷം മുമ്പേ പല കോടതികള്, പല പോലീസുകാര്, ക്രൈംബ്രാഞ്ച്, ലോക്കൽ പോലീസ് ഇവരൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇതിനൊരു തുമ്പൂല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസ് ഇപ്പതാ വീണ്ടും ഇങ്ങനെ പല ഒരു പുതിയ ഒരാള് അതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. 4.5 വർഷം ഒരു വികസന പ്രവർത്തനങ്ങളോട് നടത്താത്ത ഒരു ഗവൺമെന്റിനെ
ഇതേ രീതിയിലുള്ള എന്തെങ്കിലും ചൊട്ടുവിദ്യകളുമായിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് പോകല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതേ രീതിയിലുള്ള പല പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ 15 കൊല്ലം ഇതേ ഒരു സംഗതിക്ക് വെച്ചിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനുള്ള കുടുംബങ്ങൾ, അദ്ദേഹത്തിനുള്ള കുട്ടികള്, പേരക്കുട്ടികളുണ്ട്. എങ്ങനെയാണ് ഇവരോടൊക്കെ മുമ്പിൽ പിന്നെ നിൽക്കാൻ കഴിയുക? ഇതേ രീതിയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ കേരളത്തിലെ ജനങ്ങള് പ്രബുദ്ധരാണ്. അവരിത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നുള്ളൊരു തർക്കവുമില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ മുമ്പിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവന്ദനങ്ങൾ.